ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ യമഹയുടെ 3 വണ്ടികൾ. What's happening people, this is Kochimachan and welcome back to another vlog. അപ്പോൾ ഞാൻ അങ്കമാലി കൂടെ പാസ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ വിജയ് യമഹയിൽ ഇത് ഒരു അടിപൊളി വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊരു FCX ആണ്, ഫുള്ളി മോഡിഫൈഡ് കസ്റ്റം ബിൽഡ് സാധനം കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ചെറിയ വീഡിയോയ്ക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ FCX അല്ലേ. നമ്മൾ FCX ഒക്കെ ഇറങ്ങിയപ്പോൾ വിചാരിച്ചു ഭയങ്കര ഒരു എന്താ പറയുക സ്ക്രാംബ്ലർ വേരിയൻറ്റ് വണ്ടിയായിരിക്കും, ബട്ട് ഒരു നോർമൽ റോഡ് ബൈക്കായിരുന്നു. പക്ഷേ ഇത് ഒരു നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് കസ്റ്റം ചെയ്ത് അത്യാവശ്യം ലോങ് ട്രാവൽ സസ്പെൻഷനും പിന്നെ നമുക്ക് കാണാം സ്റ്റഡ് ടയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇറക്കിയേക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം കേട്ടോ. ഫ്രണ്ടിൽ ഇത് കാണാം ഒരു ബൈ ഫങ്ഷണൽ LED ഹെഡ് ലാമ്പ്. ആ FCXൽ വന്നേക്കണം അതേ ഹെഡ് ലാമ്പ് തന്നെ വെച്ചിട്ടുണ്ട്. DRSും കാര്യങ്ങളും കണ്ടോ, ആ DRലും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഒരു ഫ്ലൈ മഡ് ഗാർഡ് ഉണ്ട്. പിന്നെ ഇതെനിക്ക് ഏതിൻ്റെ സസ്പെൻഷനാണ് കറക്റ്റായിട്ട് കിട്ടാനുള്ള ഹിമാലയൻ്റെ ആണോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്, ബട്ട് അറിയില്ല. ബട്ട് സ്റ്റിൽ അത്യാവശ്യം ലോങ് ട്രാവൽ സസ്പെൻഷനാണ്. ഫ്രണ്ടിൽ നമുക്ക് സിംഗിൾ ചാനൽ ABS ആണ്, റിയറിൽ ABS കാര്യങ്ങളൊന്നുമില്ല. ഒരു 19 ഇഞ്ച് വീൽസ് ആട്ടോ ഫ്രണ്ടിൽ, സ്പോക്ക് വീൽസ് ആണ്. വൈബ്രയുടെ ബ്രേക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ സൈഡിൽ ഇതേ നമ്മുടെ ഒരു ചെറിയൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമിലും പിന്നെ അത് കൂടാണ്ട് ഇത് അവിടെയായിട്ട് ഒരു ഹോൾഡ് ഉണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടിയാണ് നമ്മുടെ ഈ ഹെഡ് ലാമ്പും അതുകൂടാണ്ട് ഈ ഒരു കൺസോളിനെയും ഹോൾഡ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഹാൻഡിൽ തിരിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെഡ് ലാമ്പ് തിരിയില്ല. ആ ഒരു സെറ്റപ്പ്, അതായത് നമ്മൾ അഡ്വഞ്ചർ ബൈക്സിലും ഹിമാലയനിലെ ADV 390 കൊണ്ടുവന്നേക്കണേ ആ ഒരു ടൈപ്പ് സെറ്റപ്പാണ് ഇവിടെ കൊണ്ടുവന്നേക്കണേ. പിന്നെ എഞ്ചിൻ സൈഡ് 149cc എഞ്ചിനാണ്. ഇത് ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ടോപ്പ് കണ്ടീഷനിലാണെങ്കിൽ ഒരു 12.4 bhp ആൻഡ് ഒരു 13.5 Nm ടോർക്ക് ഓൾമോസ്റ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഒരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ എഞ്ചിൻ മോഡ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഒരു എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കര വെറൈറ്റി ആണ്. അത് ഇങ്ങനെ പോയിട്ട് അടിയിലൊരു കറക്കം കറങ്ങിയിട്ടാണ് സെൻറ്ററിൽ കൂടെ പോയിട്ട് ഇത് ഇവിടെയാണ് എക്സോസ്റ്റ് വന്നേക്കണേ. കണ്ടോ, ആ സീറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ് ആ എക്സോസ്റ്റ് വന്നേക്കണേ. അതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം, ഒരു മെറ്റൽ പീസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ഒരു ബാഷ് പ്ലേറ്റ് ആയിട്ട്. ഏകദേശം ഒരു 165 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ. ബട്ട് ഇത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 200 mm ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതേ സൈഡ് പാനലും കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതും എല്ലാം മെറ്റൽ പീസ് തന്നെയാണ് ചെയ്തേക്കണത്. പിന്നെ അതേ ബാക്കിലത്തെ സ്വിംഗ് ആകുമ്പോൾ നല്ല ലെങ്ത് ഉണ്ട്. അതുകൂടാണ്ട് ബാക്കിൽ നമുക്ക് ഒരു 18 ഇഞ്ച് വീൽസാണ്. എല്ലാം സ്റ്റഡ് ടയേഴ്സാണ്. ഓഫ്-റോഡ് വണ്ടി തന്നെയാണ് അവർ ഇതിൽ ചെയ്ത് എടുത്തേക്കണത്. റിയറിൽ ABS ഇല്ല, നിങ്ങൾക്ക് കാണാൻ ഇവിടെ ABSോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് അവിടെ നിങ്ങൾക്ക് കാണാൻ കണ്ട ഒരു റിയറിൽ ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ് കേട്ടോ കൊടുത്തേക്കണേണ്ട. ഒരു എനിക്കൊന്ന് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്, പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ് അവിടെ കൊടുത്തേക്കണേ. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ. 2 പാനിയേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കാണാതെ 2 പാനിയേഴ്സ്, ചെറിയ പാനിയേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമുക്കൊരു ടെയിൽ ലാമ്പ് ഉണ്ട്. FCXൻ്റെ ടെയിൽ ലാമ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു നമ്മുടെ ഒരു ക്യാരിയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്ര സ്ട്രോങ് ഒന്നുമില്ല, ജസ്റ്റ് ലുക്സിന് വേണ്ടിയാണ് ഇത് ചെയ്തേക്കണേ. അത്ര പേർപ്പസ്ഫുൾ ക്യാരിയറായിട്ടൊന്നും എനിക്ക് തോന്നുന്നുള്ളത്. പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ നമ്മുടെ ഗിയർ ബോക്സ് 5 സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ സ്വിംഗ് ആമിൻ്റെ ലെങ്ത് ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ FCX പോലെ തന്നെയാണ്. ആ ടാങ്കും ആ ഒരു സൈഡിലേക്കുള്ള ഒരു ടാങ്ക് ക്യാപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ സീറ്റ് നോക്കാൻ പോയാൽ നമ്മുടെ ഹിമാലയൻ്റെ സീറ്റ് പോലെ തന്നെ ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഹിമാലയൻ്റെ സീറ്റ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഹിമാലയൻ്റെ സീറ്റാണ് ഇവിടെ വെച്ചേക്കണത്. നമുക്കിത് കാണാൻ നല്ല കുഷൻ്റെ നല്ല കംഫർട്ടബിൾ സീറ്റ്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിമേ കയറിയിരിക്കാം കേട്ടോ. നമ്മൾ വണ്ടിമേ കയറിയിരിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് ആയിരിക്കും. വെയിറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 139 kg ആണ് സ്റ്റോക്ക് വണ്ടി. പക്ഷേ ഇത് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടാകും. നിങ്ങൾക്ക് കാണാം പാനിയേഴ്സും നമ്മുടെ ആ ഫ്രണ്ട് സസ്പെൻഷനും കാര്യങ്ങളും കുറച്ച് വെയിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് യെസ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. എനിക്ക് തോന്നുന്നു FCXൻ്റെ സസ്പെൻഷനൊക്കെ ഇത്ര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുന്നു. ഇപ്പോൾ ആ സീറ്റായി നോക്കാൻ പോയി കണ്ടോ, എനിക്ക് ഒരു സൈഡ് ഞാൻ ഫുള്ളായിട്ട് കുത്തിയാൽ എനിക്ക് അപ്പുറത്തെ സൈഡ് ഹാഫ് ഫുട്ട് ആട്ടോ. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. അതുകൂടാണ്ട് ടാങ്കൊക്കെ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഓഫ് റോഡൊക്കെ പോയാൽ ഇത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. റൈഡിങ് പൊസിഷനാണ് എനിക്ക് കുറച്ച് ഒരു ഓക്വേർഡായിട്ട് തോന്നിയ കാര്യം. ഇതിലിരിക്കുമ്പോൾ ഭയങ്കര വൈഡായിട്ടുള്ള ടാങ്ക് ആട്ടോ, അതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് കാണാം നമ്മുടെ മീറ്റർ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ വെച്ചേക്കണത്. ഇവിടെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വ്യത്യാസമൊന്നുമില്ല. ആ സെയിം FCXൻ്റെ ആ ഒരു കൺസോളും വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉള്ളൊരു കൺസോൾ തന്നെയെന്ന് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല, ബട്ട് ആ സെയിം FCX കൊണ്ടുവന്നേക്കണം അതേ ഒരു കൺസോളും കാര്യങ്ങളൊക്കെയാണ്. സ്വിച്ച് ഗിയേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ കേട്ടോ, ഒരു വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. നമുക്കിവിടെ പാർക്ക് ഓൺ ആക്കാനും പിന്നെ പാസ് ബ്രൈറ്റ് ഡിമ്മ് ഇവിടെ പാസ് അടിക്കാനും ഇൻഡിക്കേറ്റേഴ്സ് ഹോണ് പിന്നെ കിൽ സ്വിച്ചും സെൽഫ് സ്റ്റാർട്ടും. ഞാൻ ജസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇറങ്ങിയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തും കൂടെ കേൾപ്പിക്കാം കേട്ടോ.
ഇവിടെയാണ് ഇതിൻ്റെ എക്സോസ്റ്റ് ചെയ്യുന്നത് ആ ഡീലായിട്ട്. ബ്രോ ഒന്ന് ത്രോട്ടിൽ കൊടുത്ത് കൊടുത്തോ. ആ കൊള്ളാം കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ FCX. ഒരു പക്ക ഒരു അഡ്വഞ്ചർ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ബൈക്ക് എന്നുള്ള രീതിയിൽ യമഹയുടെ സൈഡിൽ നിന്ന് തന്നെ വന്നതെന്നാണ് പറയുന്നത്. ഹോപ്പ്ഫുള്ളി നമുക്ക് ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിൽ കാണാൻ പറ്റുന്നു. അപ്പോൾ അഡ്വഞ്ചർ മോഡൽ വണ്ടി മാത്രമല്ലാതെ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ക്രാംബ്ലർ വേരിയൻറ്റ് വണ്ടിയും അവർ FCXന് ഇറക്കിയിട്ടുണ്ട്. 2 വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ഫ്രണ്ടും ബാക്കും 16 ടയേഴ്സും ആ ഒരു അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ WPയുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫ്രണ്ടിലൊരു ഫുൾ LED ഹെഡ് ലാമ്പും വെച്ച് ആ ഒരു ബാറൻഡ് എൻ്റെ മോജോയിൽ ഞാൻ ഇതേപോലത്തെ ഒരു സാധനമാണ് ബാക്കിൽ വെച്ചേക്കണേ. ആ ഒരു ബാറൻഡ് വെച്ചേക്കണ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ആക്കിയിട്ടുണ്ട്. ഇതിന് കൺസോളൊന്നുമില്ല, ഒരു കൺസോളൊക്കെ എടുത്ത് കളഞ്ഞു. ഇത് സ്റ്റോക്ക് വണ്ടി തന്നെയാണ്, ബട്ട് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ബാക്കിലത്തെ അവർ ആ ടെയിലൊക്കെ കട്ട് ചെയ്തോളാം. ഞാൻ ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാം. ഫ്രണ്ടൊക്കെ ഫുൾ സ്റ്റോക്ക് തന്നെയാണ്. ബാക്ക് മാത്രം ആ ഒരു ചെറിയൊരു ടെയിൽ ലാമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു സ്ട്രിപ്പ് ടൈപ്പ് ഒരു ടെയിൽ ലാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ പിർലിയുടെ സ്കോർപ്പിയൻ STR ടയേഴ്സ് ആയിട്ട് ഇതിലിട്ടേക്കണം. നല്ല അടിപൊളി ടയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അവർ ചെയ്തേക്കണതാണ്. ഈ കാണുന്ന ബാറൻ മിറേഴ്സാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കണേ. ഇതിനും ബാറനാണ്, പക്ഷേ ഇതിൻ്റെ ആ ഒരു സൈഡ് കവറിങ്ങും പിന്നെ ഒരു ഫ്രെയിമൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് ചെറിയൊരു സീറ്റൊക്കെ വെച്ച് ഒരു രക്ഷയില്ലാത്ത ലുക്ക്. അത് എക്സോസ്റ്റ് ആണ്, ചെറിയ എക്സോസ്റ്റ്, ഫുള്ളി കസ്റ്റമൈഡ് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഇതിന് മോണോഷോക്ക് സസ്പെൻഷനും ഇതിൻ്റെ ആ ഒരു ബാക്ക് ടെയിലാമുണ്ട്, ചെറിയൊരു ടെയിലാമും കാര്യങ്ങളൊക്കെ. ടിംസൻ്റെ ടയേഴ്സാണ്. ഇത് ഏത് ബ്രാൻഡാണെന്ന് വെച്ചാൽ ടിംസൻ്റെ ടയേഴ്സാണ് ഇതിലിട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ആ ഒരു ബാക്കിൽ നിന്നുള്ള ലുക്ക്. അപ്പോൾ എനിക്ക് അതിനേക്കാട്ടും ഇഷ്ടപ്പെട്ട് ഈ ഒരു ഐറ്റത്തിനാണ്. കാര്യം ഇത് ഒരു രക്ഷയില്ല. ഞാൻ ജസ്റ്റ് ഇതിനെ കൂടെ കൂടെ കാണിക്കാമേ. നമുക്ക് ഇതിൽ കയറി ഇരിക്കാം. ഇതിൽ കയറി ഇരിക്കുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ വെയിറ്റ് അവർ കട്ട് ചെയ്തിട്ടുള്ള കാര്യം ഫ്രണ്ടിൽ ആ ഒരു സെക്ഷനൊന്നുമില്ല, മീറ്റർ കൺസോളും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ഹെഡ് ലാമ്പ്, ഫ്രണ്ട് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഇതിൽ കയറി ഇരിക്കാൻ. പിന്നെ ആ ഫ്രണ്ട് എനിക്ക് LED ഹെഡ് ലാമ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീറ്റൊക്കെ സെയിം FCX പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എഞ്ചിൻ സൈഡും വലിയ മാറ്റമൊന്നുമില്ല. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കാം കേട്ടോ. ഇതാണ് വണ്ടിയിൽ നിന്ന് ഇരുന്നിട്ടുള്ള ഒരു വ്യൂ കേട്ടോ. കാര്യം എന്താ, ചെറിയൊരു ബാറൻ മിറേഴ്സും കാര്യങ്ങളും സ്വിഗ്ഗേഴ്സൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ ആ കൺസോളും കാര്യങ്ങളും ഒന്നുമില്ല, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ കേട്ടോ. പക്ഷേ ഭയങ്കര രസമുണ്ട് ഇങ്ങനെ ഇരുന്ന് ഓടിക്കുമ്പോഴത്തേക്കും വേറൊരു ഫീൽ തന്നെ കേട്ടോ. ഇത് നമുക്ക് ഓടിക്കാൻ പറ്റിയൊരു കണ്ടീഷനിലല്ല വണ്ടി ഓടിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓടിച്ചുള്ള വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു വണ്ടികൾ നിങ്ങളെ കാണിക്കുന്നു. നമുക്കിനി അടുത്ത വണ്ടിയിലും കൂടെ ജസ്റ്റ് ഒന്ന് കയറിയിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഒരു വണ്ടി, ആ ഒരു FCX സ്റ്റോക്ക് കണ്ടീഷനിൽ, ബട്ട് ഒരു ബാക്ക് മാത്രം കട്ട് ചെയ്ത് അവർ സെറ്റ് ചെയ്തേക്കണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ പിർലിയുടെ സ്കോർപ്പിയൻ STR ടയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ്. ഒരു സിംഗിൾ സീറ്റ് വണ്ടിയാണ്. ഇത് സ്റ്റോക്ക് ആ ഒരു 139 kg തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാര്യം വലിയ വെയിറ്റ് റിഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വലിയൊരു ബാറൻ മിറേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കൺസോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ യമഹയുടെ 3 വണ്ടികൾ. അതായത് നമ്മുടെ യമഹയുടെ 3 പുതിയ വണ്ടികൾ എന്ന് പറയാൻ പറ്റില്ല. ഹോപ്പ്ഫുള്ളി ഇങ്ങനത്തെ വണ്ടികളൊക്കെ പ്രൊഡക്ഷനിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 3 വണ്ടികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടെ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്തൊക്കെയായിരിക്കും എന്ന് ചുമ്മാ ഒന്ന് ഗസ് ചെയ്യാം. നമുക്ക് ഹോപ്പ്ഫുള്ളി നമ്മുടെ ഇങ്ങനെയൊക്കെ കണ്ട് നമുക്ക് വേണമെന്ന് യമഹയ്ക്ക് മനസ്സിലാവുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇനി ഇറങ്ങാൻ ചാൻസ് ഉള്ളൂ. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ലേക്ക് നിൽക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ലിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും നിങ്ങൾ സ്വന്തം Kochimachan. ബൈ. അപ്പോൾ ഇത് ആൻലിനാട്ടോ. ആൻലിനാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് ക്യാമറയൊക്കെ ആയിട്ട്. ഞാൻ അവിടെ ഒറ്റയ്ക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റെ വണ്ടി കണ്ട്, ഞാൻ 790 ആയിട്ട് വന്നപ്പോഴത്തേക്ക് വണ്ടി കണ്ട് എൻ്റെ ഒപ്പം ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ ഷൂട്ടിന് ഹെൽപ്പ് ചെയ്താട്ടോ. അപ്പോൾ താങ്ക്സ് ബ്രോ, താങ്ക് യു. അല്ലേ അപ്പോൾ വണ്ടിമേ കയറിയും ആദ്യം നമ്മുടെ മനസ്സിൽ ടോപ്പ് ബോക്സിൽ വല്ലാത്ത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. ബാക്ക് ടു അനദർ വ്ളോഗ്. ദേ ഞാനിപ്പോൾ വന്നേക്കണം നമ്മുടെ ഹലോ ക്ലിയർ. ഓക്കെ.